സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്ന സ്ത്രീകളെ, അതായത് സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വരുന്ന സ്ത്രീകൾ, ഇവരെ നിരീക്ഷിച്ച് ഇവരോട് സൗഹൃദം ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ദേഹോദ്രവം ഏൽപ്പിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുക ഇതിവരെ സ്ഥിരം പരിപാടിയാണ്. കോഴിക്കോട് നഗരത്തിൽ 51-കാരിയെ തട്ടിക്കൊണ്ടുപോയി 5 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിൽ പ്രതികൾ പിടിയിലായി. 4 സ്ത്രീകളടക്കം 6 പേരെയാണ് കസ്ബ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന സ്ത്രീയെ തന്ത്രപരമായി ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് സ്വർണം കവർന്ന ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരായ അനിൽകുമാർ, സുബിരാജ് എന്നിവർക്ക് പുറമെ റഹ്മത്ത്, സുഹറ, ആയിഷ, NP സൗദ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പുതിയ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്ന സ്ത്രീയെ മറ്റ് 4 സ്ത്രീകൾ പരിചയപ്പെടുന്നു. പെരിങ്ങളത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റുന്നു. മറ്റൊരു ഓട്ടോയിൽ 4-അംഗ സംഘവും കയറുന്നു. ചേവായൂരിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ വണ്ടി നിർത്തിയ ശേഷം യുവതിയെ മർദ്ദിച്ചു. പിന്നാലെ എത്തിയ ഓട്ടോയിലെ 4-അംഗ സംഘവും ഒപ്പം കൂടി. മർദ്ദനമേറ്റ് സ്ത്രീ അവശയായതോടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉൾപ്പെടെ കവർന്ന ശേഷം ഇവരെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രതികൾക്ക് പരിചയമുള്ളയാളാണ് തട്ടിക്കൊണ്ടുപോകലിന് ഇരയായത്. മോഷണം, പിടിച്ചുപറി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 6 പേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മനോരമ ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തെ വളരെ വലിയ രീതിയിൽ നടുക്കിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ സംഭവിച്ചത്. അതായത് പരിചയത്തിന്റെ പേര് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാണ്ടിരുന്ന ഒരു വീട്ടമ്മയെ ഓട്ടോറിക്ഷയിൽ ലിഫ്റ്റ് കൊടുത്തിട്ട് വഴിമധ്യേ ക്രൂരമായി മർദ്ദിച്ച് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നൊരു സംഭവമാണത്. ഇതെന്താ ശരിക്കും സംഭവിച്ചതെന്നറിയോ? അതായത് ഈ വീട്ടമ്മ, ഇവര് കുന്നമംഗലം സ്വദേശിയാണ്. ഇവര് കുറച്ചു കാലമായിട്ട് ജോലി ചെയ്യുന്ന കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ ചില സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ സ്ഥാപനങ്ങൾ ക്ലീൻ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവര് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പുതിയ സ്റ്റാൻഡിന്റെ ആ വഴിയിലൂടെ വന്നിട്ട് ആ മിൽമ ബൂത്ത് ഉണ്ടല്ലോ, അവിടെ നിൽക്കായിരുന്നു, വണ്ടി കാത്ത് നിൽക്കായിരുന്നു. ആ സമയത്താണ് മുൻകൂട്ടി തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം ഈ സ്ത്രീകളിൽ ചിലർ വന്നിട്ട് ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാ പോകണം? അപ്പൊ അവര് പറയുന്നുണ്ട് വീട്ടിൽ പോകണം. അപ്പൊ ഇവര് പറയുന്നുണ്ട്, ഞങ്ങൾ ഓട്ടോയിൽ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പം ആ പോകുന്ന വഴിയിലാണല്ലോ നിങ്ങളെ വീട്, അതുകൊണ്ട് നിങ്ങളെ വഴിയിലൊക്കെ നിങ്ങൾ ഞങ്ങളൊപ്പം പോന്നോളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ സ്ത്രീ ഇവര് ലിഫ്റ്റ് കൊടുത്തു അവരുടെ ഓട്ടോറിക്ഷയിൽ കയറ്റിയത്. ഇവർ തമ്മിൽ പരിചയം കിട്ടോ. അതായത് ഈ ക്ലീനിങ് തൊഴിലാളിയായ ഈ സ്ത്രീയും ഈ കേസിൽ പിടിക്കപ്പെട്ട 4 സ്ത്രീകളും തമ്മിൽ പരിചയമുണ്ട്. അവരെങ്ങനെ പരിചയം എന്ന് വെച്ചാൽ ഇവര് പുതിയ സ്റ്റാൻഡിലെ സ്ഥാപനങ്ങളിലാണല്ലോ ക്ലീൻ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. ആ അവസരത്തിൽ വളരെ കാലമായി ഈ സ്ത്രീയെ ഇവർ നോട്ടമിട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ ജോലിക്ക് വരുന്ന ഈ സ്ത്രീ കഴുത്തിലും കാതിലും ഒക്കെ അത്യാവശ്യം ആഭരണക്കെട്ടാണ് വരിക. അപ്പൊ വളരെ കാലമായിട്ട് ഈ പറയുന്ന 4-അംഗ സംഘ സ്ത്രീകൾ ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. കവർച്ചയുടെ ഭാഗമായിട്ട് ഒരു പരിചയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ അവസരത്തിൽ, അതായത് ഈ ക്രൈം നടക്കുന്നതിന്റെ 2-3 മാസം മുമ്പേ ഇവരുമായിട്ട് ഇതിലെ ചില സ്ത്രീകൾ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബസ് കാത്ത് നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ഇവർ ഓട്ടോമായി വരുമ്പോൾ പരിചയം ഉണ്ടല്ലോ, ആ ധൈര്യത്തിലാവാം ആ ക്ലീൻ ജോലിക്ക് പോകുന്ന ആ സഹോദരി ഇവരെ കൂടെ കയറിയത്. എന്നാൽ സത്യത്തിൽ അതൊരു കെണിയായിരുന്നു എന്നുള്ളത് അവർ പിന്നീടാണ് തിരിച്ചറിയുന്നത്. ഈ ക്രിമിനൽ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അതിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്ന സ്ത്രീകളെ, അതായത് സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്ന സ്ത്രീകളുണ്ടല്ലോ, സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വരുന്ന സ്ത്രീകൾ, ഇവരെ നിരീക്ഷിച്ച് ഇവരോട് സൗഹൃദം ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ദേഹോദ്രവം ഏൽപ്പിച്ച് ഈ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുക ഇതിവരെ സ്ഥിരം പരിപാടിയാണ്. ഈ 4 സ്ത്രീകൾ, അതായത് ഈ ക്രൈം അറ്റംപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള 4 സ്ത്രീകൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പരിസരത്തുള്ള ആൾക്കാരൊക്കെ എന്തായാലും ഇവരൊക്കെ അറിയും. എന്തായാലും മുൻപരിചയത്തിന്റെ പേരിൽ ഈ സ്ത്രീ ഇവരുടെ വണ്ടിയിൽ കയറുന്നു, ഇവരെ ഓട്ടോയിൽ കയറുന്നു. ഓട്ടോയിൽ കയറി കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് ഇവർക്ക് കാര്യം മനസ്സിലായത്. ഇവരെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. ഓട്ടോയുടെ അകത്തിട്ട് ശരിക്കും ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാല് ഇടിച്ചിട്ട് ഇവരുടെ മുൻവശത്തെ 4 പല്ലുകളാ പോയത്. അപ്പൊ ഏജാതി ഉപദ്രവം അവര് ചെയ്തിട്ടുണ്ടാവും. ഓർക്കണേ, 19 വയസ്സുണ്ട് ഈ ക്ലീനിങ് ജോലിക്ക് പോകുന്ന ആ സ്ത്രീയുടെ പ്രായം. അങ്ങനെ ഒരു സ്ത്രീയെയാണ് ഇവർ ഇടിച്ച് മുൻവശത്തെ 4 പല്ല് താഴിട്ടത്. അങ്ങനെ ഏകദേശം ചേവായിരെത്തും വരെ ഇവർക്ക് കണ്ണ ദേഹോപദ്രവമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്തായാലും
ജീവനിൽ ഭയന്നുകൊണ്ടാണ് ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ക്ലീനിങ് തൊഴിലാളിയായ ആ സ്ത്രീ അവരുടെ ആഭരണം ഇവർക്ക് ഊരിക്കൊടുത്ത ശേഷം ഇവരെ വീണ്ടും ഇടിച്ചു, വീണ്ടും ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി ഇവരെ അവശ നിലയിലാക്കി. ചേവായൂര് നമുക്കറിയാലോ, ചേവായൂര് പൊതുവെ ആള് കുറഞ്ഞൊരു സ്ഥലം, അവിടെ ഏതൊരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളി ഇവര് മുങ്ങിയിട്ട് ഇവരെന്താ ചെയ്താലോ, ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് കമ്മത്തലയിലെയും രാമനാട്ടുകരയിലെയും ചില ജ്വല്ലറികളിൽ വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ് പണമാക്കി ഇവര് ഓഹരി വെച്ച് ഇവർ 6 പേര്. ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്താ അറിയോ, ഇതിലെ 2 ആളുകൾ ഈ സംഘത്തിലെ 2 ആളുകൾ കോഴിക്കോട് നഗരത്തിൽ ഓട്ടോ ഓടുന്ന തൊഴിലാളികളാണ്. ഈ നാറികളൊക്കെ കോഴിക്കോട്ടെ ഓട്ടോക്കാരെ പറയിപ്പിക്കാനല്ലാതെ വേറെ എന്തിനാ ഇവരൊക്കെ കൊള്ളുക? നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സൽപ്പേരുള്ള ഓട്ടോക്കാരാണ് കോഴിക്കോട്ടെ ഓട്ടോക്കാര്. ഈ അടുത്ത കാലത്തായിട്ട് അതിന് ചെറിയ കുഴപ്പങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ആ കുഴപ്പത്തിന് മേലെ വീണ്ടും കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ് ഇത്തരം നാറികള്, പരമനാറികള്. എന്തായാലും ഉപദ്രവിക്കപ്പെട്ട ആ സ്ത്രീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവരെ 6 ആളെയും പൊക്കി അവരെ കയ്യിൽ നിന്ന് പണവും ഈ വിറ്റ സ്വർണങ്ങളൊക്കെ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള യാഥാർത്ഥ്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലത്ത് സ്വർണത്തിനൊക്കെ ഭയങ്കര വില കൂടിയിട്ടുണ്ട്. നിങ്ങൾ ചെറിയൊരു മിനിമം പോലും കയ്യുമ്മിലിട്ടാൽ അതിന് പോലും വിലയുണ്ട്. അതുപോലും നോട്ടമിടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം എരപ്പാളികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോരുത്തരും പെരുമാറാൻ. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കഴിവതും ഇത്തരം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്ന ശീലങ്ങളൊക്കെ മാറ്റിവെക്കുക. നിങ്ങളിപ്പോ സ്വർണ്ണാഭരണം ധരിച്ച് ആരപ്പോ അത്ര സ്വർണ്ണം അവര് വരും ഇങ്ങനൊന്നും ആരും കരുതൊന്നുമില്ല. നിങ്ങൾ എന്തിനാണ് സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പോകുമ്പോൾ സ്വർണ്ണാഭരണം ഇട്ട് പോകുന്നത്? ഈ സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് തന്നെ ഒരു ആഡംബരല്ലേ. അത് നിങ്ങൾ കല്യാണത്തിനോ തക്കാരം കൂടാൻ പോകുമ്പോഴോ ഒക്കെ ഇടല്ലാതെ നിങ്ങളിപ്പോ സ്വർണ്ണാഭരണം ഇട്ടെന്ന് വെച്ചിട്ട് ആരപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങളടുത്ത് തലവെക്കുന്നത്? ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നിങ്ങൾ തിരിച്ചറിയണ്ടേ. അതുകൊണ്ട് സ്വർണ്ണാഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് സുരക്ഷിതമല്ല. സ്വർണ്ണാഭരണങ്ങൾ ഇന്നത്തെ കാലത്ത് ഇത്രയധികം വില കയറി നിൽക്കുന്ന ഈ കാലത്ത് സ്വർണ്ണാഭരണങ്ങൾ ധരിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇത്തരം സ്ഥിരമായി സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നത് ക്രിമിനലുകളുടെ നോട്ടപ്പുള്ളിയാവാൻ നിങ്ങൾ സാധ്യതയുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വർണ്ണാഭരണം ധരിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ വന്നത് അത് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് വീട് പിടിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട സ്ഥലത്ത് നിൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ഈ പറയപ്പെട്ട പ്രതികളൊക്കെ ഇപ്പൊ എന്തായാലും പോലീസ് കസ്റ്റഡിയിലാണ്. പക്ഷെ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചം എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും വേണം. കണ്ണും കാതും നമ്മൾ സദാ, പ്രത്യേകിച്ച് യാത്രയിലായിരിക്കുമ്പോൾ കണ്ണ് മാത്രം പോരാ, കാതും തുറന്നിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, അപരിചിതരായ ആളുകൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരാൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ നിങ്ങളുടെ സ്വഭാവ മഹിമ കണ്ടിട്ടോ നിങ്ങളുടെ കുലമഹിമ കണ്ടിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾ നിങ്ങളെ പരിചയപ്പെടാൻ വരുന്നത്. നിങ്ങളിൽ അവർ എന്തെങ്കിലും ഒന്ന് കണ്ടു കാണും. സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ ആഭരണം തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. ഇത്തരത്തിൽ നിരവധി സംഭവം ഉണ്ടായിട്ടുണ്ട്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പരിചയപ്പെടാൻ വരുന്ന ആളുകൾ തന്റെ മഹിമ കണ്ട്, തന്റെ കുലമഹിമ കണ്ട്, തന്റെ സൗന്ദര്യം കണ്ട് പരിചയപ്പെടാൻ വരികയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങളിൽ നിന്ന് അവർ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടായിരിക്കാം അവർ നേടുന്നത്. ഈ വരുന്ന ക്രിമിനലുകൾ എന്താ ഏതാണെന്ന് നമുക്കറിയോ. അതുകൊണ്ട് പരിചയപ്പെടാൻ വരുന്ന ആളുകളുമായിട്ടുള്ള സൗഹൃദം പരമാവധി ഒഴിവാക്കുക. നിങ്ങൾക്കിപ്പോ എന്താ ആരെങ്കിലൊക്കെ പരിചയപ്പെട്ടത് നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾ ജോലി എടുത്ത് വീട്ടിലേക്ക് പോകാൻ നോക്ക്. എന്തായാലും നമ്മുടെ നാട്ടിലെ സാമൂഹിക സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ഓരോരുത്തരും കൃത്യമായിട്ട് ഇടപെടാൻ. പ്രത്യേകിച്ച് സ്ത്രീകൾ, നിങ്ങൾ സ്ഥിരമായിട്ട് ആഭരണം ധരിച്ച് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പലരുടെയും നോട്ടപ്പുള്ളിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു സത്യമാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങളെ കാണിച്ച് ജാട കാണിച്ച് ആരെ കാണിക്കാനൊക്കെ പോകുന്നത്? ഇത്തരത്തിൽ ജാട കാണിച്ച് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ത്രട്ടം ഫേസ് ചെയ്യാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത്തരം ശീലങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത് നല്ലോണം കരുതിയിരിക്കണം. അല്ലെങ്കിൽ ഇത്തരം ശീലങ്ങളൊക്കെ പതിവായിട്ടുള്ള ആളുകളെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണെന്നേ. 5-6 പവന്റെ കേസല്ല, നമ്മുടെ ജീവിതമാണ് പോകുന്നത്.
ഈ കട്ടെടുക്കുന്ന പരമതെണ്ടികൾക്ക് 1 ഗ്രാമോ 2 ഗ്രാമോ ഒക്കെ മതിയാവും. പക്ഷെ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരിക നമ്മുടെ ലൈഫാണ്. അതാരും മറന്നു പോകരുത്. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് 6 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളാണ്. ഈ 3 പെണ്ണുങ്ങളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുവിധ ആളുകൾക്കൊക്കെ അറിയും. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഇവർക്കൊക്കെ ഇതാണ് തൊഴില്. ഇത്തരം എരപ്പത്തരം ചെയ്യുന്ന ആളുകൾക്ക് ഒരാളെ സ്വർണ്ണാഭരണം കട്ടെടുക്കാൻ എന്തത്ര പ്രയാസം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ്, അപരിചിതമായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും സ്വന്തം സൂക്ഷിക്കുക, സ്വയം ജാഗരൂകരാകുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ വളരെ വിനീതമായ മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ